അമ്മ മാതാവിനും ഈശോയ്ക്കും ഒത്തിരി നന്ദി. ഞാൻ ഓൺലൈനായിട്ട് ഉടമ്പടി ആദ്യമായിട്ട് എടുക്കുന്നത്. എൻ്റെ പേര് ലീസു മാത്യു. ഞാൻ വരുന്നത് പാലക്കാട് നിന്നാണ്. ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് ഓൺലൈനായിട്ടാണ്. ഞാൻ ഹൈദരാബാദ് വർക്ക് ചെയ്യായിരുന്നു. അവിടെ വെച്ച് 27 ഒക്ടോബർ 2025 അന്നാണ് ഞാൻ ഉടമ്പടി എടുക്കുന്നത്. എനിക്കൊരു 6-7 മാസമായിട്ട് എനിക്ക് ജോലിയിൽ ഞാൻ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുക. ഞാൻ US ഡിസ്നി കമ്പനിയിലോട്ട് അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിക്കൊരു റിപ്ലൈ ഇല്ല. എൻ്റെ ഇമെയിൽസ് എല്ലാം ടേൺ ഡൗൺ ചെയ്തുകൊണ്ടിരിക്കുക. അവിടെ വർക്ക് ചെയ്യുന്നവർ വഴിയും ഞാൻ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുക HR. പക്ഷേ എനിക്കൊരു റിപ്ലൈയും ഇല്ലായിരുന്നു. അങ്ങനെ ഞാൻ ഇൻസ്റ്റഗ്രാം വഴിയിൽ അച്ഛൻ്റെ മോർണിംഗ് പ്രെയറിൻ്റെ വീഡിയോസ് കാണാൻ തുടങ്ങി. അങ്ങനെ ഞാൻ രാവിലെ 5:30 എഴുന്നേച്ച് ഡെയിലി ബ്രെഡ് പ്രാർത്ഥന എന്നും പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ ഞാൻ ഉടമ്പടിയിലോട്ട് കടക്കുന്നത്. ഉടമ്പടി എടുത്തു. 27 ഞാൻ ഉടമ്പടി എടുത്തു. 29 തീയതി എനിക്ക് ഡിസ്നിയിൽ നിന്ന് എനിക്ക് HR ഇമെയിൽ വന്നു, നിങ്ങളുടെ ജോബ് ഇൻ്റർവ്യൂ ഷെഡ്യൂൾഡാന്ന് പറഞ്ഞിട്ട്. നവംബർ 1 എനിക്ക് കൺഫർമേഷൻ കിട്ടി, എനിക്ക് ജോലി ലഭിച്ചു എന്നുള്ളത്. പക്ഷെ നമ്മളിപ്പോൾ US പോകുമ്പം നമുക്ക് കുറേ പ്രൊസീജിയേഴ്സ് ഉണ്ട്. എനിക്ക് CDC, STCW, അങ്ങനെ എൻ്റെ വിസ ഒത്തിരി ഒരു ലോങ് പ്രൊസീജിയറാണ്. ഒരു മിനിമം നമുക്കൊരു 6-8 മാസമെങ്കിലും വേണം നമുക്ക് ഈ പ്രൊസീജിയേഴ്സ് എല്ലാം ചെയ്യാൻ തന്നെ. എനിക്ക് പക്ഷേ എൻ്റെ CDC എല്ലാം വെറും 2 ആഴ്ച 16 ദിവസം സമയം കൊണ്ട് തന്നെ എൻ്റെ CDC എനിക്ക് കിട്ടി. അതേപോലെ എൻ്റെ വിസ ആണെങ്കിലും ഇപ്പം US വിസ കിട്ടാൻ ഭയങ്കര പാടാണ്. നമ്മുടെ എല്ലാ പേപ്പേഴ്സും ക്ലിയർ ആണെങ്കിൽ പോലും ഭയങ്കര ഡിഫിക്കൽട്ടാണ് നമുക്ക് കിട്ടാൻ. അപ്പം എൻ്റെ കയ്യിൽ ഞാൻ വിസ ഇൻ്റർവ്യൂടെ പോകുന്ന അന്ന് എൻ്റെ കയ്യിൽ ഉടമ്പടിയുടെ ഉപ്പുണ്ടായിരുന്നു. അപ്പം നമ്മുടെ കയ്യിൽ വാച്ച് പോലും നമുക്ക് ഇടാൻ പറ്റില്ല. ഉള്ളിലോട്ട് കടക്കുമ്പം എല്ലാം നമ്മൾ റിമൂവ് ചെയ്യണം. അപ്പം എൻ്റെ കയ്യിൽ എൻ്റെ 2 വിരലുകൾക്കിടയിൽ ഞാൻ കുറച്ച് ഉപ്പ് കയ്യിൽ പിടിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഇൻ്റർവ്യൂ ഹാളിലോട്ട് കടന്നപ്പം ഈ ഉപ്പ് അവിടെ വെതറി ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു. അപ്പം ഇങ്ങനെ ലൈൻ ബൈ ലൈൻ പോവുക. എൻ്റെ മുമ്പിലുള്ള 3 പേർക്കും എല്ലാ ക്വസ്റ്റ്യൻസ് അവർ ചോദിക്കുന്നതിന് ആൻസർ ചെയ്യുന്നുണ്ട്. അവർ ചോദിക്കുന്ന ഡോക്യുമെൻറ്റ്സ് എല്ലാം കാണിക്കുന്നുണ്ട്. എന്നിട്ട് പോലും അവരുടെ വിസ അവർക്ക് റിജക്റ്റ് ചെയ്യുക. എന്താ റീസൺ ഒന്നും ആർക്കും മനസ്സിലാവുന്നില്ല. അങ്ങനെ ഞാൻ എൻ്റെ ഇൻ്റർവ്യൂവിലുള്ള എൻ്റെ സാറിൻ്റെ മുന്നേ പോയി എന്നോട് ആകെ ചോദിച്ചത് ഒറ്റ ഒരു ക്വസ്റ്റ്യൻ, എനിക്ക് എൻ്റെ വിസ ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ അപ്രൂവ് ആണെന്ന് പറഞ്ഞു വന്നു. അങ്ങനെ വിസ വന്നതിന് ശേഷം എൻ്റെ എല്ലാ ഫോർമാലിറ്റീസ് തീർന്നു. ഒരു 2 ആഴ്ച സമയം കൊണ്ടാണ് എനിക്കിനി ട്രാവൽ ചെയ്യുക. എനിക്ക് കമ്പനി ടിക്കറ്റ് അയച്ചു തരാം. അപ്പോൾ ഞാൻ വെയിറ്റ് ചെയ്യുക കമ്പനിയുടെ റിപ്ലൈ വരാൻ വേണ്ടിയിട്ട്. 2 ആഴ്ച കഴിഞ്ഞു, 3 ആഴ്ച കഴിഞ്ഞു. പക്ഷേ എനിക്ക് കമ്പനിയിൽ നിന്ന് റിപ്ലൈ വരുന്നില്ല. ഞാൻ അവർക്കും ഇമെയിൽ അയച്ചു, അവരിൽ നിന്നൊരു റെസ്പോൺസ് ഇല്ല. ആ സമയത്താണ് ഞാനപ്പം ഈ വെയിറ്റിംഗ് പീരീഡിൽ ഞാൻ ഇരിക്കുമ്പോഴാണ് പെട്ടെന്നായിട്ട് വോർ വരുന്നതും കുറേ പേര് ട്രാവൽ ചെയ്തവരെല്ലാം ദുബായിലൊക്കെ ആയിട്ട് ഭയങ്കരമായിട്ട് സ്റ്റക്കാവുകയും ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടാവുകയും ചെയ്തത്. അപ്പോൾ എനിക്ക് മനസ്സിലായി ചില കാര്യങ്ങൾ ഒരു ഡിലേ വരുന്നതും മാതാവിൻ്റെ ഒരു പ്രൊട്ടക്ഷനാണെന്നുള്ളത്. അങ്ങനെ എല്ലാം കഴിഞ്ഞു. ഏപ്രിൽ ആയപ്പോഴത്തേന് എനിക്ക് കമ്പനി എനിക്ക് റീച്ച് ഔട്ട് ചെയ്തു. ഞാൻ ഈ 21 ഏപ്രിലിന് ഞാൻ US പോകുകയാണ്. അതേപോലെ ഈ ഉടമ്പടി ജീവിതത്തിൽ ഞാൻ ഉടമ്പടിയിൽ വെക്കാത്തതായിട്ടുള്ള കുറേ കാര്യങ്ങളിലാണെങ്കിലും മാതാവ് ഇടപെട്ടിട്ടുണ്ട്. എൻ്റെ മകൻ മാത്യു, അവൻ ഭയങ്കര ഒരു ആവറേജ് സ്റ്റുഡൻറ്റ് മാത്രമാണ്. പക്ഷേ ഞങ്ങൾ ഈ പ്രാവശ്യത്തെ പരീക്ഷയ്ക്കൊക്കെ ആണെങ്കിലും അവൻ പഠിക്കുമ്പം അവൻ എന്നും എൻ്റെ കൂടെ പ്രാർത്ഥിക്കാൻ കൂടും. വൈകിട്ടത്തെ സായാഹ്ന ഉടമ്പടി പ്രാർത്ഥനയാണെങ്കിലും രാവിലത്തെ ഡെയിലി ബ്രെഡ് അവൻ പ്രാർത്ഥിച്ചിട്ടാണ് പോകുന്നത്. അവന് വേറെ ഒന്നും അറിയത്തില്ല, അത്ര അവൻ പ്രാർത്ഥിക്കും. അവൻ എന്നും ആ ഉപ്പ് ഒരു നുള്ളു കഴിക്കും. ഇപ്രാവശ്യം എൻ്റെ മകന് എല്ലാ സബ്ജക്ട്സിനും ഫുൾ A+ അവന് പാസ്സായേക്കുന്നത്. അവൻ ഒരിക്കലും ഇത്രയും നാളും കിട്ടാത്ത അത്രയും മാർക്സ് അവന് കിട്ടി. സ്കൂളിൽ പോലും അവർ പറഞ്ഞു എങ്ങനെ മാത്യുവിൽ ഇത്രയും ഡിഫറൻസ് വന്നു എന്ന് അറിയില്ല എന്നുള്ളത്. അതുപോലെ എൻ്റെയും എൻ്റെ മകൻ്റെയും എൻ്റെ കുടുംബത്തിലാണുള്ളത് എല്ലാ കാര്യങ്ങളിലും മാതാവ് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ പോലും മാതാവ് ഇടപെട്ട് ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഞങ്ങളെ നേർവഴിക്ക് നടത്തുമായിരുന്നു. പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ഞാൻ പത്രം വിതരണം ചെയ്യുമായിരുന്നു. എനിക്കറിയാവുന്നവർക്ക് ഞാൻ കൊടുക്കുമായിരുന്നു, കഷ്ടപ്പെടുന്നവർക്ക് അല്ലാണ്ടും ഞാൻ പോയി കൊടുക്കുമായിരുന്നു. അപ്പം പത്രം കൊടുക്കുമ്പോഴത്തേനും കുറേ പേരൊക്കെ റിജക്റ്റ് ചെയ്യും. അപ്പം നമുക്ക് ഭയങ്കര വിഷമവും. അവരിങ്ങനെ വിശ്വാസം ഇല്ലാത്തവർ, അതായത് ചിലവരൊക്കെ പള്ളിയിൽ നിന്നിട്ട് ഇറങ്ങി വന്നിട്ട് ഇതിൽ വിശ്വാസമില്ല എന്ന് പറയും. ആ ഉടമ്പടിയിലോട്ട് ഞാൻ ഉടമ്പടി പുതുക്കി. ഫെബ്രുവരി 6 തീയതി ഞാൻ ഇവിടെ വന്ന് തീർത്ഥാടന ഉടമ്പടി എടുത്ത് ഞാൻ ഉടമ്പടി പുതുക്കിയപ്പം പിന്നീടുള്ളൊരു പ്രോസസ്സ് നമ്മൾ നമ്മുടെ കാര്യങ്ങളല്ല നമ്മൾ മാതാവിനോട് പറയുന്നത്. അതിനപ്പുറം നമ്മൾ ഇങ്ങനെയൊക്കെ ഓരോരുത്തർ ചെയ്യുമ്പം നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും മാതാവിനോട് കൂടുതൽ അടുക്കാനും വിശ്വാസികൾ ഉണ്ടാവണം എന്നുള്ളതും അങ്ങനെയൊക്കെ നമ്മൾ കുറേ മാറി തുടങ്ങി. അതുപോലെ നമ്മൾ തന്നെ നമ്മളെ കോൺസ്റ്റൻ്റ്ലി
ഞാൻ പാപം ചെയ്യുന്നുണ്ടോ, ഞാൻ തെറ്റ് ചെയ്യുന്നുണ്ടോ, അങ്ങനെ ഒരു സെൽഫ് കറക്ഷനായി കൂടുതൽ ഞാനിങ്ങനെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും പറയുന്നതിൻ്റെ അപ്പുറത്തോട്ട് അങ്ങനെ ഒരു വലിയൊരു മാറ്റം ഉണ്ടായി. ബാക്കി ഉപകാരങ്ങളൊക്കെ ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ, എനിക്ക് ജോലിക്ക് കുറേ കഷ്ടപ്പെടുന്നവരും ഇങ്ങനെ എന്നോട് റീച്ച് ഔട്ട് ചെയ്യുന്നവരെല്ലാം എനിക്കറിയാവുന്ന രീതിയിൽ എൻ്റെ ഷെഫുമാരോടും ഒക്കെ ഹെൽപ്പ് ചോദിച്ചിട്ട് ഓരോരുത്തരെ ജോലിക്ക് ഞാൻ സഹായിച്ച് കയറ്റി കൊടുക്കാറുണ്ട്. അതുപോലെ പഠിക്കാനായിട്ട് സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുറേ കുട്ടികൾക്കൊക്കെ ഞാൻ പൈസ കൊടുത്തിട്ടുണ്ട്, സഹായിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഭക്ഷണം പാവപ്പെട്ടവർക്ക് വിശക്കണു എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഒത്തിരി യാത്ര ചെയ്യാൻ ഇടവന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കൊക്കെ കുറേ പേര് ഭക്ഷണം മേടിച്ചുതരാം, വിശക്കണു അങ്ങനെയൊക്കെ പറയുന്നവർക്കൊക്കെയാണല്ലോ ഞാൻ ഭക്ഷണം മേടിച്ചു കൊടുക്കുക, അങ്ങനെയൊക്കെ ഞാൻ സഹായിച്ചിട്ടുണ്ട്. എല്ലാത്തിനും മാതാവിനും യേശോയ്ക്കും 1000 നന്ദി. യെശയ്യാ 65:24 വിളിക്കും മുൻപേ ഞാൻ അവർക്ക് ഉത്തരമരുളും, പ്രാർത്ഥിച്ച് തീരും മുൻപേ ഞാൻ അത് കേൾക്കും. ലിസു മാത്യു എന്ന ഈ മകൾ തൻ്റെ ഉടമ്പടി ജീവിതത്തിൽ പരിശുദ്ധമ്മയോട് ചേർന്ന് ജീവിതത്തെ പുനഃക്രമീകരിക്കുവാൻ തയ്യാറായപ്പോൾ അമ്മ വഴി സമയച്ചുരുക്കത്തിൽ മകൾക്ക് ലഭിച്ച ജീവിതത്തിൻ്റെ വലിയ അനുഗ്രഹത്തിൻ്റെ സാക്ഷ്യമാണ് ഈ അൾത്താരയിൽ പങ്കുവച്ചത്. മകൾ ഏറെ നാളായി ഒരു സുരക്ഷിതമായ ജോലി, ജീവിത നിലവാരം മെച്ചപ്പെടുന്നതിന് വേണ്ടുന്ന സാഹചര്യങ്ങൾ, അതിനുവേണ്ടി അമ്മയോട് പ്രാർത്ഥിക്കുകയും പല പരിശ്രമങ്ങളിൽ വ്യാപരിക്കുകയും ചെയ്യുന്നുണ്ട്. അത് പലതും തടസ്സപ്പെട്ടും നീണ്ടുപോവുകയും ചെയ്യുമ്പോഴാണ് ഓൺലൈൻ ഉടമ്പടിയെക്കുറിച്ചറിഞ്ഞ് ഓൺലൈൻ ഉടമ്പടിയിലേക്ക് പ്രവേശിച്ചുകൊണ്ട് ജീവിതത്തെ ഒന്ന് പുനഃക്രമീകരിക്കുന്നത്. മകൾ സാക്ഷ്യത്തിൽ സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഓരോ നിമിഷവും ഈശോയ്ക്ക് ഇഷ്ടമുള്ള മകളായി എങ്ങനെ വളരാം, ജീവിതത്തിൻ്റെ ഭൗതികമായ ദോഷകരമായ സാഹചര്യങ്ങളിൽ നിന്ന് എങ്ങനെ തൻ്റെ ജീവിതത്തെ സുരക്ഷിതമാക്കാം, ഈശോയ്ക്ക് ഒരാത്മാവിനെ കൂടുതൽ വിശുദ്ധിയിൽ കൂടുതൽ ദൈവസ്നേഹത്തിൽ എങ്ങനെ കൊടുക്കാം, അത്തരത്തിൽ തൻ്റെ ജീവിതത്തിൻ്റെ പ്രയോറിറ്റീസും തന്നെക്കുറിച്ച് തന്നെയുള്ള കാഴ്ചപ്പാടുകളും മാറ്റി ജീവിതത്തെ ഒന്ന് ക്രമീകരിക്കുമ്പോൾ അമ്മ മാതാവ് വളരെ സമയച്ചുരുക്കത്തിൽ വളരെ നല്ലൊരു കാര്യത്തിലേക്ക് മകളുടെ ജീവിതത്തെ എടുത്തുയർത്തുന്നതാണ് ഈ അൾത്താരയിൽ സാക്ഷ്യപ്പെടുത്തിയത്. ഒരു അമേരിക്കൻ കമ്പനിയിൽ ക്രൂസ് ലൈനിൽ മകൾക്ക് ജോലി കിട്ടുന്നതും അതിലേക്കുണ്ടായിരുന്ന ചെറിയ തടസ്സങ്ങൾ പോലും അത് വാർ സംബന്ധമായി ഉണ്ടായതാണെന്ന് മകളെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് അത് ആ വാറൊന്ന് ശാന്തമാകുന്ന ദിവസങ്ങളിൽ തന്നെ മകൾക്ക് ടിക്കറ്റ് ലഭിച്ചുകൊണ്ട് തിരികെ ജോലിയിലേക്ക് പ്രവേശിക്കുവാൻ പറ്റുന്ന വിധത്തിൽ കാര്യങ്ങൾ ക്രമീകരിച്ചതിനെയാണ് സാക്ഷ്യപ്പെടുത്തുന്നത്. മകളുടെ സാക്ഷ്യത്തിൻ്റെ പ്രത്യേകത ഒരു ആത്മബോധമുള്ള ജീവിതം, ആത്മശുദ്ധിയുള്ള ഒരു ജീവിതം, ദൈവനാമത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് മറ്റുള്ളവർക്ക് നന്മ ചെയ്യുവാനുള്ള കാഴ്ചപ്പാടുകൾ മകൾക്ക് ഉടമ്പടി ജീവിതത്തിലൂടെ കൈവന്നു എന്നതിനെക്കുറിച്ചാണ്. മറ്റുള്ളവർക്ക് സഹായം നൽകുന്നതിന് പോലും തൻ്റെ കൂടെയുള്ളവരോടും തൻ്റെ മേലുദ്യോഗസ്ഥരോടും സംസാരിച്ചും സഹായം തേടിയും അവരെ സഹായിക്കുവാനുള്ള നല്ല മനസ്സ് മകൾക്ക് സൃഷ്ടിക്കപ്പെട്ടു എന്നതിനെക്കുറിച്ചാണ്. ഉടമ്പടി നമ്മളെ ദൈവത്തിൻ്റെ സന്നിധിയിൽ എളിമയുള്ളവരാക്കുന്നു, ദൈവത്തിൻ്റെ സന്നിധിയിൽ ശുദ്ധതയിൽ ജീവിക്കുവാൻ സഹായിക്കുന്നു, ദൈവം ആഗ്രഹിക്കുന്ന മനുഷ്യരിലേക്ക് നമ്മുടെ നല്ല പ്രവൃത്തികളിലൂടെ എത്തിച്ചേരുവാൻ നമ്മളെ ബലപ്പെടുത്തുകയും ചെയ്യുന്നു. ഉടമ്പടി എപ്പോഴും ആത്മാവ് ദൈവത്തിനെ സമർപ്പിക്കുന്ന ആത്മശുദ്ധിയുടെ ബന്ധത്തെയാണ് നമ്മളിൽ നിന്നും ആഗ്രഹിക്കുന്നത്. കാരണം ഉടമ്പടി നിത്യതയിലേക്കുള്ള ഒരു യാത്രയ്ക്ക് നമ്മളെ ഈ ലോകത്തിൽ നമ്മുടെ ആത്മശരീരങ്ങളെ വിശുദ്ധീകരിച്ചൊരുക്കുന്ന പദ്ധതിയാണ്. അത് ഉടമ്പടിയിലേക്ക് നാം ജീവിച്ചു തുടങ്ങുമ്പോൾ ഭൗതികമായ നേട്ടങ്ങൾക്കപ്പുറം നമ്മുടെ ആത്മാവിനെ ഈശോയ്ക്ക് കൊടുക്കുവാൻ പറ്റുന്ന വിധത്തിൽ ശുദ്ധീകരിക്കുവാനുള്ള പ്രക്രിയയ്ക്ക് കൂടി നമ്മളെ തന്നെ സമർപ്പിക്കുവാൻ നമുക്കൊരു ശ്രദ്ധയും ശ്രമവും ഉണ്ടാവണം. അപ്പോഴാണ് ഉടമ്പടി അതിൻ്റെ ശരിയായ അർത്ഥത്തിൽ പൂർണ്ണമായ രൂപത്തിൽ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാകുന്നു എന്ന് പറയുവാനാവുക. മകൾക്ക് തൻ്റെ ഉടമ്പടി ജീവിതത്തിലൂടെ ആ ഒരു താല്പര്യവും ആ ഒരു ശ്രമവും ഈ നാളുകളിൽ നടത്തുവാൻ സാധിക്കുന്നു എന്നതാണ് ഈ അൾത്താരയിൽ എടുത്തു പറയുക. അതുകൊണ്ട് തന്നെ ലഭിച്ച ഭൗതിക നന്മയ്ക്കൊപ്പം ആത്മീയമായ ജീവിതത്തിൻ്റെ നന്മകളും വളർച്ചയും കൂടുതൽ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാ ജീവിത വിഷയങ്ങളെയും അമ്മയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്ത് സമയച്ചുരുക്കത്തിൽ അനുഗ്രഹം ലഭിക്കുവാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ മകൾക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് കരങ്ങളടിച്ച് ദൈവനാമത്തെ മഹത്വപ്പെടുത്തി ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ്
ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.